പൊതുവേ നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും സെബേഷ്യസ് ഗ്ലാൻഡ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ്സ് കൂടുതൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുകയും സെബമാണ് ഒരു നോർമൽ മോയ്സ്ചറൈസർ എന്ന രീതിയിൽ നമ്മുടെ ഫേസിലും സ്കാൽപ്പിലും കണ്ടുവരാറ്. പക്ഷേ ഈ നമ്മുടെ കൈകളിലും അതുപോലെ കാലുകളിലെ സ്കിന്നിലൊക്കെ സെബേഷ്യസ് ഗ്ലാൻഡ്സ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് സ്കിൻ കൂടുതലും ഡ്രൈ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഡ്രൈനെസ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പുറമേയുള്ള പാളിയായ സ്കിൻ ബാരിയറിന് ഡാമേജ് സംഭവിക്കുമ്പോഴാണ് ഈ ഡ്രൈനെസ് കൂടുതലായിട്ട് വരുന്നത്. മിക്ക ആളുകളും നമ്മുടെ ഫേസിന് കൊടുക്കുന്ന കെയർ നമ്മുടെ കാലുകൾ കൊടുക്കാറില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം പുറത്ത് പോകുന്ന സമയത്തായാലും നമ്മൾ ഫേസിൽ നമ്മൾ UV പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ സൺസ്ക്രീനും കാര്യങ്ങളും മോയ്സ്ചറൈസറെല്ലാം യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളത് കയ്യിലോ കാലിലോ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും കൂടുതൽ ഡ്രൈനെസ്സിലേക്കാണ് ഇത് പോവുക. അതുപോലെ തന്നെ ഹാർഷ് കെമിക്കൽസ് കൂടുതലും മുഖത്ത് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ബോഡിയിൽ സോപ്പും കെമിക്കൽസ് അടങ്ങിയ കൂടുതൽ ഹാർഷ് കെമിക്കൽസ് അടങ്ങിയ സോപ്പും കാര്യങ്ങളും യൂസ് ചെയ്യാണ് ചെയ്തത്. കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ചൂടുവെള്ളത്തിലാണ് കുളിക്കുക. അപ്പോൾ കുളിക്കുന്നത് ഇപ്പോൾ ചൂടുവെള്ളമാക്കുന്ന സമയത്ത് ഈ ബാരിയറിന് പെട്ടെന്ന് ഡാമേജ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് റിങ്കിൾസിലേക്ക് പോകാനും കണ്ടീഷൻ കൂടുതൽ ഡ്രൈ ആയാലും പിന്നെ ചൊറിച്ചിലും അങ്ങനത്തെ കണ്ടീഷൻസിലേക്കാണ് ഇത് പോവുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനായാലും ഞാൻ പുറമെ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് സ്കിൻ ഗ്ലോ ഓയിൽ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്കിൻ ഗ്ലോ ഓയിൽ കൊടുക്കുന്ന സമയത്ത് അവർക്ക് നോർമലായിട്ടൊരു മോയ്സ്ചറൈസർ എന്ന രീതിയിലും അതുപോലെ തന്നെ ഈ സ്കിൻ ബാരിയറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ മഞ്ചിഷ്ടർക്ക് കൊടുക്കുമ്പോൾ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അതുപോലെ ബ്ലഡ് സർക്കുലേഷന് മഞ്ചിഷ്ടർക്ക് നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുഖത്ത് സ്കിന്നിനെ നമ്മൾ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ കൈകളിലും കാലുകളിലും കെയർ കൊടുക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അതിന് പെട്ടെന്ന് റിങ്കിൾസ് വരാനും ഡ്രൈനെസ് കൂടാനും സാധ്യതയുണ്ട്.